Dear students, significance of personal selling. പേഴ്സണൽ സെല്ലിങ്ങിന്റെ സ്റ്റെപ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പേഴ്സണൽ സെല്ലിങ്ങിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുന്നു. അതിനുശേഷം ആ സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തന്നെ ഇംപ്ലിമെന്റ്സ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്നത്? നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ള ഒരു സെഷൻ പ്രവർത്തിക്കുന്നത് തന്നെ. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്ലേറ്റ്സ് സ്ട്രാറ്റജീസ് ഇൻ ടു ആക്ഷൻ. കമ്പനി സ്ട്രാറ്റജീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യും, അങ്ങനെ ബിസിനസ് ചെയ്യണം, ഇതേപോലെ വേണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്പനി പ്ലാൻ ചെയ്യും. ഈ പ്ലാനിങ് ഒക്കെ ആരാണ് ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്? സെയിൽസ്മാൻ ആണ്. സെയിൽസ്മാൻ പ്രൊഡക്റ്റ് സെല് ചെയ്താൽ മാത്രമേ കമ്പനിയുടെ സ്ട്രാറ്റജീസ് ഒക്കെ വർക്ക്ഔട്ട് ആവാൻ. തേർഡ് വൺ ഇസ് ബ്രിങ്സ് സെയിൽസ് റവന്യൂ ടു ദ കമ്പനി. സെയിൽസ് ആണ് കമ്പനിയിലേക്ക് റവന്യൂ കൊണ്ടുവരുന്നത്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം അല്ലെങ്കിൽ സെല്ലിംഗ് മാത്രമാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? റവന്യൂ, കമ്പനിയിലേക്ക് വരുമാനം ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ട്രാൻസ്ഫോംസ് കസ്റ്റമേഴ്സ് ഇൻ ടു റവന്യൂ. കസ്റ്റമേഴ്സിനെ നമ്മൾ എന്തായിട്ട് മാറ്റുവാണ്? വരുമാനമായിട്ട് മാറ്റുവാണ്. കമ്പനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ഈ കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് ബൈ ചെയ്താൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? സെയിൽസ് നടക്കുള്ളൂ. സെയിൽസ് നടന്നാൽ മാത്രമേ റവന്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കമ്പനിയുടെ റിക്കഗ്നൈസേഷൻ, ആ കമ്പനി ഇതൊരു കമ്പനിയാണ്, ഈ കമ്പനി ഇങ്ങനെ ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ പേഴ്സണൽ സെല്ലിംഗ് നടത്തുമ്പോൾ, അതായത് ഒരു സെയിൽസ്മാൻ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് പോയിട്ട് പറയുമ്പോൾ അതിനൊരു പബ്ലിസിറ്റിയും കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടാർഗറ്റ് മാർക്ക് പ്രസൻസ്, അതായത് ഇന്ന ഒരു കമ്പനി ഉണ്ട്, ഇന്നൊരു മാർക്കറ്റ് അവിടെ ഉണ്ട്, ഇന്ന ആൾക്കാരിലേക്കൊക്കെ അത് എത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കമ്പനിക്ക് കുറച്ചും കൂടെ ഒരു ബ്രാൻഡ് പ്രിഫറൻസ് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനിയുടെ കസ്റ്റമേഴ്സിനെ അസറ്റ് ആയിട്ട് മാറ്റാണ്. കമ്പനിയുടെ കസ്റ്റമേഴ്സിന് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമായി, അവർ കാലാകാലം അത് വാങ്ങുകയാണെങ്കിൽ അവർ കമ്പനിയുടെ ആരായിട്ട് മാറി? അസറ്റ്സ് ആയിട്ട് മാറി. അതുപോലെ തന്നെ ഓരോ ബിസിനസ് യൂണിറ്റിനും അവരുടേതായ ഒരു ടെറിട്ടറി ബിൽഡ് ചെയ്ത് ആ ടെറിട്ടറിയിൽ നിന്ന് കൂടുതൽ സെയിൽസ് കൊണ്ടുവരാനായിട്ടും ഈ പേഴ്സണൽ സെല്ലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യുമ്പോൾ എന്താണ് ഗുണം? ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സർവീസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശം അഭിപ്രായം പബ്ലിക്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഉണ്ടെങ്കിൽ ആ അഭിപ്രായം ഡയറക്റ്റ് ആയിട്ട് സെയിൽസ് പേഴ്സണ് കിട്ടുന്നു. സെയിൽസ് പേഴ്സൺ അത് കമ്പനീനെ അറിയിക്കുന്നു. അങ്ങനെ അവർക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നോളജ് ബിൽഡ് ചെയ്യാനും പേഴ്സണൽ സെല്ലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ മാർക്കറ്റിൽ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ഐറ്റത്തിന്റെ ആവശ്യകത ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഐറ്റത്തിന് തന്നെ എന്തെങ്കിലും ഒരു കുറവുകൾ ആൾക്കാർ കാണുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കി, സെയിൽസ്മാൻ മനസ്സിലാക്കിയത് ഈ കമ്പനിയുടെ ഈ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന ഈ പ്രൊഡക്റ്റിന് ഇന്ന കുറവുകളുണ്ട്. അപ്പൊ ഇന്ന കുറവുകളൊക്കെ നികത്തി പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ഇറക്കാനായിട്ടും സാധിക്കും. ഇനി നമ്മൾ എടുത്ത് നിർത്തിയ പോർഷന്റെ കണ്ടിന്യൂവേഷൻ ആണ് വരുന്നത് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത് നിർത്തിയ പോർഷന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ദാറ്റ് ഇസ് ഡ്രോ അറ്റൻഷൻ. നമ്മളെ എപ്പോഴും ഒരു സെയിൽസ്മാൻ രണ്ട് തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക: ക്ലോസ്ഡ് പ്രോബ്സും ഓപ്പൺ പ്രോബ്സും. ക്ലോസ്ഡ് പ്രോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന് കസ്റ്റമർക്ക് യെസ് ഓർ നോ ഈ രണ്ട് ഉത്തരങ്ങളെ പറയാനായിട്ട് ഉണ്ടാവുള്ളൂ. അതേസമയം ഓപ്പൺ പ്രോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ യെസ് ഓർ നോയ്ക്ക് പുറമെ അതിന് അപ്പുറം അവർക്ക് എന്തെങ്കിലും റിപ്ലൈ ചെയ്യാനോ ചിന്തിക്കാനോ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് സെയിൽസ്മാൻ ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ചോദിക്കുന്നത് ഒരു ഡോക്ടറോട്, ലേഡി ഡോക്ടറോട് ചോദിക്കുകയാണ്, ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കുകയാണ്, എങ്ങനെയായിരിക്കും ഒരു ആന്റിബയോട്ടിക്സ്, അതായത് ഇപ്പോൾ ഒരു ആന്റിബയോട്ടിക്സ് അവൈലബിൾ ആണെങ്കിൽ അത് പ്രഗ്നൻസി വുമണിന് സേഫ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഉണ്ടാവോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകൾ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ തരികയാണെങ്കിൽ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും? അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ ഡോക്ടർ എന്ത് ചോദിക്കും? അപ്പൊ പ്രഗ്നൻസി ഡോക്ടർക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് കഴിക്കാൻ പറ്റുന്ന ആന്റിബയോട്ടിക്സ് അവൈലബിൾ ആണോ? അങ്ങനെ ഒരു പുതിയ മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ഓപ്പൺ പ്രോബ്സ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും സെയിൽസ്മാൻ പ്രസന്റേഷൻ നടത്തുന്ന സമയത്ത് അവർക്ക് കുറച്ച് എന്താ പറയാ, അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ നമ്മൾ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം. നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്റെ പ്രൊഡക്റ്റ് വേണോ വേണ്ടയോ,
അങ്ങനെ ചോദിച്ചാൽ അവര് വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു ഉത്തരവേ തരുള്ളൂ. അതേസമയം ഞാൻ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇത്ര ശതമാനം വില കുറവിൽ, ഇത്ര ശതമാനം കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സർവീസ് തന്നുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ അങ്ങനെ തരികയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കുമോ? അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്തുണ്ടാവും? അവർക്ക് ഒന്ന് ചിന്തിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവരൊന്ന് ട്രിഗർ ചെയ്യാവുന്ന രീതിയിലേക്ക് ആ ക്വസ്റ്റ്യൻ എത്തി. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണം എപ്പോഴും സെയിൽസ്മാൻ ചോദിക്കാനായിട്ട്. ഇനി ഹോൾഡ് ഇൻട്രസ്റ്റ് ആൻഡ് ബിൽഡ് ഡിസയർ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കസ്റ്റമർ ഇൻട്രസ്റ്റിലായിരിക്കണം നമ്മുടെ പ്രസന്റേഷൻ ത്രൂ ഔട്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാവുന്ന ഇൻഫർമേഷൻ കിട്ടാവുന്ന രീതിയിൽ അവരുടെ ക്വസ്റ്റ്യൻസ്ക്ക് ആൻസർ ചെയ്യാവുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഒരു സെഷൻ ഹെൽഡ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോസ് ഉപയോഗിക്കാം, ഓഡിയോസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രോഷേഴ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണോ കസ്റ്റമറുടെ അറ്റൻഷൻ നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള എന്ത് എക്യുപ്മെന്റ്സ് വേണമെങ്കിലും അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കുറെ മെറ്റീരിയൽസ് ഉണ്ടായിട്ടും കാര്യമില്ല, ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും സാധിക്കണം. ഇനി ഒരു കസ്റ്റമറിനെ നമ്മുടെ ആ സെയിൽസ് പ്രസന്റേഷനിലേക്ക് ആകർഷിക്കാനായിട്ട് സെയിൽസ്മാന് കുറച്ച് സ്കിൽസ് വേണം. അതാണ് പറയുന്നത് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ കമാൻഡ് ഓവർ ലാംഗ്വേജ്, നമ്മൾ മലയാളത്തിലാണെങ്കിൽ നന്നായിട്ട് മലയാളം സംസാരിക്കാൻ അറിയാം, ഇംഗ്ലീഷിലാണെങ്കിൽ നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് പറ്റണം. നമ്മുടെ കസ്റ്റമറിന് ഏത് ഭാഷയാണോ അറിയുന്നത് ആ ഭാഷയിൽ നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കണം. നല്ല നോളജ് ഉണ്ടായിരിക്കണം എന്തിനെ കുറിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ച്. എന്ത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ വിൽക്കുന്നത് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കണം. നല്ല പ്രസന്റേഷൻ ആയിരിക്കണം, നല്ല രീതിയിൽ തപ്പലും തടയലും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് വേണം പ്രസന്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് എബിലിറ്റി, ഇതിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരു പുറമേ ഉള്ള ഒരാളോടാണ് സെയിൽസ്മാൻ ഇത് സംസാരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു സഭാകമ്പം ഒന്നും പാടില്ല. നമ്മൾ നന്നായിട്ട് ഇടപഴകി നന്നായിട്ട് അവരെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോക്കിംഗ് രീതി നമ്മൾ അവിടെ കാണിക്കണം സെയിൽസ്മാൻ. നെക്സ്റ്റ് വൺ, എന്താണ് കസ്റ്റമറുടെ ആവശ്യം, നീഡ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ പ്രസന്റേഷൻ തുടങ്ങാൻ തന്നെ. അവരുടെ ആവശ്യം ചക്കയാണെങ്കിൽ നമ്മൾ മാങ്ങ വിട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അവരുടെ ആവശ്യം എന്താണോ ആ ആവശ്യം അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരെ കൊണ്ട് അത് വാങ്ങിപ്പിക്കാനായിട്ട്. ഇനി ഫിഫ്ത്ത് പോയിന്റ് ഇസ് നെഗോഷിയേറ്റിംഗ് സെയിൽസ് റെസിസ്റ്റൻസ് ഓർ ബയർ ഒബ്ജക്ഷൻ. നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വരുമ്പോൾ സെയിൽസ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതായത് ആ പ്രൊഡക്റ്റ് വേണ്ട അല്ലെങ്കിൽ സെയിൽസ് നടക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അവിടെ ചില കാരണങ്ങൾ ശരിയായിട്ടുള്ള കാരണങ്ങളായിരിക്കാം. വിച്ച് മീൻസ് ചിലപ്പോൾ അവിടെ ജെനുവിൻ ആയിട്ട് പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ആ പ്രൊഡക്റ്റിന്റെ ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് ജെനുവിൻ കേസാണ്. അപ്പോൾ നമ്മൾ അത് ജെനുവിൻ ആയിട്ട് തന്നെ അഡ്രസ് ചെയ്യണം. ചില സമയത്ത് ബയർക്ക് തോന്നുകയാണ്, ഓ ഇപ്പൊ വേണ്ട, ഇപ്പൊ ഞാനിത് വാങ്ങിയ നാളെ അതിന്റെ വില കുറഞ്ഞാലോ, അങ്ങനെയുള്ള ചിന്തകൾ. അപ്പൊ ആ ചിന്തകൾ എന്താക്കി മാറ്റണം, സെയിൽസ് ആയിട്ട് മാറ്റാനായിട്ട് നമ്മുടെ സെയിൽസ്മാന് കഴിയണം. അപ്പൊ സെയിൽസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വാങ്ങണ്ട എന്ന് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ വാങ്ങണ്ട എന്ന് എത്തിച്ചേരാൻ രണ്ട് കാരണം ഉണ്ടാവും. ഒന്ന് ശരിയായ കാരണം ഉണ്ടാവും, ഒന്ന് തെറ്റായവരുടെ അസംഷൻ ആയിരിക്കാം. അപ്പൊ അത് നമ്മൾ കൺവേർട്ട് ചെയ്ത് ട്രിഗർ ചെയ്ത് എന്തായിട്ട് മാറ്റണം, സെയിൽസ് ആയിട്ട് മാറ്റണം. നെക്സ്റ്റ് വൺ ഇസ് ക്ലോസിംഗ് ദ സെയിൽ ആണ്. ക്ലോസിംഗ് ദ സെയിൽ എന്ന് പറയുന്നത് ഒരു കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റ് ആ ആ നമ്മളെ പോകുന്ന ആ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള ആളെ, ആ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറിനെ നമ്മൾ എന്തായിട്ട് മാറ്റണം, കസ്റ്റമർ ആയിട്ട് മാറ്റണം. ആ ഒരു പ്രൊസീജിയർ ആണ് എന്ത്, സെയിൽ എന്ന് പറയുന്നത്. എല്ലാ സെയിൽസ്മാനും അത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസ് ക്ലോസ് ചെയ്യണം, അയാളെ കൊണ്ട് അത് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫോളോ അപ്പ് ആൻഡ് സർവീസിങ് ദ അക്കൗണ്ട്. നമ്മളൊരു സെയിൽസ് നടത്തിക്കൊണ്ട് ആ സെയിൽസ് അവിടെ അവസാനിക്കുന്നില്ല. എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. വെദർ ആ കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. അല്ലാത്ത ആൾക്കാരുടെ പ്രശ്നം മനസ്സിലാക്കി അവരെ കൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ അവർ ഒരു സെയിൽസ് തരുള്ളൂ. നമുക്ക് പഴയ കസ്റ്റമേഴ്സിനെ കൊണ്ട് വീണ്ടും വീണ്ടും വാങ്ങിപ്പിക്കുന്നതാണ് പുതിയ ഒരാളെ കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പം. ഇനി അടുത്താണ് പ്രീ അപ്രോച്ച് എന്ന് പറയുന്നത്. പ്രീ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമറിനെ ചെന്ന് കാണാൻ പോവാണ് നമുക്ക് ബിസിനസ് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് പ്രീ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ കസ്റ്റമർ ആരാണ്, എന്താണ്, അവർ എന്ത് ചെയ്യുന്നു, അവരുടെ നീഡ് എന്താണ്, വോണ്ട് എന്താണ്, അങ്ങനെ അവരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും സെയിൽസ്മാൻ ഗ്രാബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അവരത് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് നല്ലൊരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യണം. PPT ആവണമെന്നില്ല, നന്നായിട്ട് പറഞ്ഞാലും മതി. അപ്പൊ ആ നല്ലൊരു സ്ക്രിപ്റ്റ് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ സ്ക്രിപ്റ്റ് ആ പ്രസന്റേഷനിലാണ്, അതായത് ഫസ്റ്റ് ഇംപ്രഷനിലാണ് കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങോ വാങ്ങില്ലേ എന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു അപ്രോച്ചിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യണം.
ഇനി അതിന്റെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം ഇനീഷ്യൽ കോൾ ആണ്. നമ്മൾ ജസ്റ്റ് വിളിക്കുന്നു. രണ്ടാമത്തത് ഒരു മീറ്റിംഗിന് വേണ്ടി സെയിൽസ് കോൾ അപ്പോയിന്റ്മെന്റ് നമ്മൾ ചെയ്യുന്നു. മൂന്നാമത്തത് ഇൻഫർമേഷൻ ഒക്കെ ഗ്യാദർ ചെയ്യുന്നു. നാലാമത്തെ അയാളുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അഞ്ചാമത്തത് അയാളുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ നമ്മൾ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നന്നായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ പ്ലാൻ ചെയ്യുന്നു, റിഹേഴ്സ് ചെയ്യുന്നു, അപ്രോച്ച് ചെയ്യുന്നു. ഇതാണ് ഇതിനകത്ത് വരുന്നത്. ഇനി അടുത്തത് സെയിൽസ് പ്ലാനിംഗ് ആണ്. സെയിൽസ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തോരം സെയിൽസ് പ്ലാൻ ചെയ്യണം. നമ്മൾക്ക് ഇപ്പോൾ കുറെ പൈസയുടെ ആവശ്യം ഉണ്ടെന്ന് വെച്ചിട്ട് കുറെ സെയിൽസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. നമുക്ക് ഇത്ര ടൺ, ഇപ്പോൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത്ര ടൺ പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റം ആണെങ്കിൽ ഇത്ര ഐറ്റം അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവർ നമുക്ക് ഉണ്ടായിരിക്കണം. അതേസമയം സർവീസ് ആണെങ്കിൽ, ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ഈ വർഷം 100 അക്കൗണ്ട് തുടങ്ങണം. അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ക്ലിയർ കട്ട് ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഈ സെയിൽസിന് ഒരു പ്രാധാന്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് കമ്പനിക്ക് റവന്യൂ കൊടുക്കുന്നത്. വിത്തൗട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് കമ്പനിക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഇനി പലതരം ടൈപ്സ് ഓഫ് സെയിൽസ് പ്ലാനിംഗ് ഉണ്ട്. അപ്പോൾ ആദ്യത്തേത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആനുവൽ സെയിൽസ് പ്ലാനിംഗ് ആണ്. ലോങ് ടേം ആണ്. ഒരു വർഷത്തേക്ക് മുഴുവൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് ആനുവൽ സെയിൽസ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ക്വാർട്ടർലി സെയിൽസ് പ്ലാനിംഗ് ആണ്. നമുക്ക് ഒരു ഈ വർഷത്തിന് 4 ക്വാർട്ടർ ആയിട്ട് തിരിക്കാം. 3 മന്ത്സിന്റെ ബേസിസിൽ. അങ്ങനെ ഓരോ ക്വാർട്ടറിലേക്ക് നമ്മൾ തിരിച്ച് സെയിൽസ് പ്ലാൻ ചെയ്യുന്നതിനെയാണ് ക്വാർട്ടർലി സെയിൽസ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. മന്ത്ലി സെയിൽസ് പ്ലാനിംഗ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓരോ മാസത്തേക്കും ഓരോ മാസത്തെ പെർഫോമൻസ് അല്ലെങ്കിൽ ഓരോ മാസം നമുക്ക് എന്തോരം വിറ്റുവരവ് ഉണ്ടാവണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് മന്ത്ലി സെയിൽസ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ലോഞ്ച് സെയിൽസ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ ഇറക്കാനായിട്ട് പോവാണ്. ആ സമയത്ത് ആ പ്രൊഡക്റ്റിന് എത്ര സെയിൽസ് ഉണ്ടാവണം. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് 10 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 11ാമത്തെ ഒരു പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് മാത്രം എത്ര വിറ്റുവരവ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് പ്രൊഡക്റ്റ് ലോഞ്ച് പ്ലാനിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ടെറിട്ടറി സെയിൽസ് പ്ലാനിംഗ് ആണ്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെറിട്ടറിയിൽ അല്ലെങ്കിൽ ഒരു റീജിയണിൽ എന്തോരം സെയിൽസ് നടന്നിട്ടുണ്ടാവണം. ആ സെയിൽസിലെ ടീമിന് കൊടുക്കുന്ന റോളാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയാണ് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനി അവരുടെ ഓൾ നേഷൻ അവരുടെ ബിസിനസ് ഉണ്ടെങ്കിൽ ഓരോ നേഷന്റെ ഓരോ ഭാഗത്തിനും ഓരോ ടെറിട്ടറി ആയിട്ട് അവർ തിരിക്കും. ഓരോ ഇപ്പോൾ സൗത്ത് ടെറിട്ടറി അല്ലെങ്കിൽ നോർത്ത് ടെറിട്ടറി അങ്ങനെ ഒരു സോൺ തിരിക്കും. എന്നിട്ട് ആ സോണിന് അവരൊരു ബഡ്ജറ്റ് ഇട്ട് കൊടുക്കും. ഇത്ര ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇത്ര സെയിൽസ് അവരവിടെ നടത്തിയിട്ടുണ്ടായിരിക്കണം. അതാണ് ടെറിട്ടറി സെയിൽസ് പ്ലാനിങ്. നെക്സ്റ്റ് വൺ ഇസ് പ്രൊമോഷണൽ സെയിൽസ് പ്ലാനിങ് ആണ്. ഇത് ഷോർട്ട് ടേം സ്ട്രാറ്റജീസ് ആണ്. അതായത് ഓരോ സ്പെസിഫിക് പീരീഡിലും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ പ്രൊമോഷണൽ സെയിൽസ് പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ആടി സെയിൽസ് എന്നൊക്കെ പറയില്ലേ, അതല്ലെങ്കിൽ കർക്കിടക കിഴിവ്, അതൊക്കെയാണ് ഈ പ്രൊമോഷണൽ സെയിൽസ് പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ അത് നമ്മളൊരു വർഷത്തേക്ക് എത്ര ഓണത്തിന് ഡിസ്കൗണ്ട് കൊടുക്കണോ, ക്രിസ്മസിന് ഡിസ്കൗണ്ട് കൊടുക്കണോ, കർക്കിടകത്തിന് കൊടുക്കണോ, ആടി സെയിൽസ് നടത്തണോ, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് പ്രൊമോഷണൽ സെയിൽസ് പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ ആണ് സ്ട്രാറ്റജിക് അക്കൗണ്ട് സെയിൽസ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇത് ഹൈ വാല്യൂ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കീ അക്കൗണ്ട്സിനെ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെയിൽസ് പ്ലാനിംഗ് ആണ്. ഇപ്പൊ നമ്മൾ തുണിക്കടകൾ എടുക്കുവാണെങ്കിൽ ഈ തുണിക്കടകളിൽ ചെറുകിട ആൾക്കാർ വരും. അതായത് ചെറിയ കടകൾ നടത്തുന്ന ബിസിനസ്സുകാർ വരും. സാധാരണ കസ്റ്റമേഴ്സ് വരും. അപ്പോൾ ഈ ചെറിയ ബിസിനസ് നടത്തുന്ന ആൾക്കാർ ബൾക്കായിട്ട് എടുത്തു പോകും. അപ്പോൾ സെയിൽസ് കൂടുതലായിരിക്കും. അപ്പോൾ അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ 10% ഡിസ്കൗണ്ട് കൂടുതൽ കൊടുത്താലോ, അങ്ങനെ നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന പ്ലാനിങ്ങിനെയാണ് സ്ട്രാറ്റജിക് അക്കൗണ്ട് സെയിൽസ് പ്ലാനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തുണിക്കടയെ സംബന്ധിച്ച് ചെറിയ തുണിക്കട മുതലാളികൾ വരുന്നതാണ് അവരുടെ കീ ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജി. അപ്പോൾ ആ വരുന്ന ആൾക്കാരെ നമ്മൾ എങ്ങനെയൊക്കെ ടാക്ട്ഫുള്ളി നമ്മൾ അവരെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ് സ്ട്രാറ്റജിക് അക്കൗണ്ട് സെയിൽസ് പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് സെയിൽസ് പ്ലാനിങ്ങിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഭാഗം വായിച്ചു നോക്കുക. നാളെ വരുമ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടായിട്ട് വേണം വരാനായിട്ട്.